ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡിങ് വ്ളോഗ് അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ റൊട്ടീനാണ്. എന്തുകൊണ്ടല്ലോ വയ്ക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം ചേഞ്ച് ചെയ്യലാണ്. യൂണിഫോം ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അങ്ങനെ ഞാൻ ഫ്രഷ് ആയതിനു ശേഷം അടുക്കള ചെന്ന് നോക്കിയപ്പോഴേക്കും അനിയത്തി 2-in-1 പാക്ക് മാഗീൻ്റെത് ഫുള്ള് ആൾ തിന്നിരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വീണ്ടും കടയിൽ പോയി ഇപ്പിയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇപ്പി, പിന്നെ ഒരു മുട്ട, പിന്നെ പാല്, ബ്രൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കളയരുത്, റീസൈക്കിൾ ചെയ്യാനായിട്ട് സ്പീസസ് റീസൈക്കിൾ ചെയ്യില്ല എന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് അത് കോഫി ഞാനൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഡാൽഗോണ കോഫീൻ്റെ പോലത്തെ ഒരു സാധനമാണ് അനിയനെ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്ന വെച്ചൊരു ട്രിക്കായിരുന്നു. ഇങ്ങനെ ഡാൽഗോണ കോഫി ഉണ്ടാക്കാനുള്ള ആ ഒരു പതഞ്ഞു വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സാധനം. ഇത്തിരി കൂടി എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴാണ്. ഞാൻ കൂടുതൽ സ്പൂൺ വെച്ച് ചെയ്യാൻ നേരം എനിക്ക് കുറേ ടൈം എടുക്കണ പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ചെയ്തത് എന്തോ പാളിപ്പോയി. പിന്നെ ആ മിൽക്ക് ബീറ്റ് ചെയ്യണമല്ലോ, ഞാൻ ബീറ്റ് ചെയ്യണ കാര്യം ഞാൻ മറന്നേ പോയി. എന്തായാലും ഇന്നത്തെ ദിവസം ഫുള്ള് ഫ്ലോപ്പാണ്. എനിക്ക് ഓവർ കുക്ക് ആവാൻ ഇഷ്ടമല്ല. എനിക്ക് ചെറുതായിട്ടൊന്ന് റോ ആയിട്ട് ഇരിക്കണം ഉള്ളില്, യോക്കിൻ്റെ ആ സ്ഥലത്തൊക്കെ. പക്ഷെ ഇന്ന് എന്ത് കുക്കിംഗ് ടൈം 8-9 മിനിറ്റ്സ് ആണ് ഞാൻ സാധാരണ വെക്കാറുള്ളത്. എന്നിട്ട് ഇന്നെ തണുത്തോളത്തിടും. പക്ഷെ എന്തോ പറ്റി മൈൻഡ് ഔട്ടായിട്ട് ഞാൻ എന്തോ ടൈമൊക്കെ മാറിപ്പോയതായിട്ട് എന്നും തോന്നണം. എന്തായാലും ഇന്ന് മുട്ട ഫ്ലോപ്പായി. എന്നിട്ട് ഞാൻ ആ എഗ് എല്ലാം കൂടെ പാനിലോട്ട് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്തിട്ടുണ്ടായി. അതുകൊണ്ട് സീനില്ല. എനിക്ക് ഇച്ചിരി കൂടെ റോ ആയിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ ഇന്ന് ഞങ്ങളുടെ മാക്സിമസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് മിഠായി കഴിച്ചിട്ട് ബാക്കി വെച്ച് നൂഡിൽസ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലാന്ന് ഓർത്ത സ്വീറ്റായിട്ട് എന്തെങ്കിലും അങ്ങനെ
ഫുഡ് കഴിച്ചതിന് നേരെ ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര പരിതാപകരമായ അവസ്ഥയായിരുന്നുകൊണ്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നത്. ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഞാൻ കഴിച്ചു. Today we are gonna start with +2 physics. Then we are gonna move into +2 chemistry. കെമിസ്ട്രിന്ന് തുടങ്ങാൻ വിചാരിച്ച് എനിക്ക് വായിച്ചപ്പോൾ തന്നെ കിളിയൊക്കെ പോയി. ലൈക്ക് ക്ലാസ് കൊണ്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് അടച്ചു വെച്ചു. കുറച്ച് നേരത്തേക്ക് ഞാൻ ഫിസിക്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കാമെന്ന്. സുവോളജീൻ്റെ അസൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കവർ പേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ കൈ സ്വെറ്റ് ചെയ്യണോണ്ട് ആ ഇങ്കൊക്കെ എല്ലാം കൂടി മെയിൻ ഹെഡിങ്ങിൻ്റെ സൈഡിലൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കണതിലും അതേപോലെ ഇങ്ക് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് പെടാപ്പാട് പെടുകയാണ് ഗൈസ്. ലൈക്ക് എൻ്റെ ഒരു ഫിംഗറിൻ്റെ ടിപ്പിൽ പോലും ഭയങ്കര സ്വെറ്റായിരിക്കും. പോരാത്തതിന് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിനാണെങ്കിൽ
കണ്ട പോലെ തന്നെ ഞാൻ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിച്ച് ഏത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായി. അസൈൻമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായി, പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഒരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി റൊട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.